ഹായ് ഗൈസ്, പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹമായിരിക്കില്ലേ സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്യാനും അത് നമുക്ക് കേൾക്കാനും അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ യൂട്യൂബിലോ ഒക്കെ ഇടാനായിട്ടൊരു ഇഷ്ടമുള്ളവർക്കുണ്ടാവും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റുഡിയോ, അതും 2500 രൂപയ്ക്ക്. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. നമുക്ക് വേണ്ട 3 പ്രൊഡക്റ്റുകളിൽ ഒന്നാമത്തെ പ്രൊഡക്റ്റാണ് ഈ സംഭവം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു ഫോണിലോ റെക്കോർഡ് ചെയ്യാൻ നേരത്ത് നല്ല റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ ചെയ്യുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോയിൽ ആ ഒരു സൗണ്ട് വരണം, അതാണ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ അതിന് മെയിനായിട്ട് വേണ്ടതാണ് ഇത്. അപ്പോൾ ഇതിനെ നമുക്ക് സ്ട്രീമിംഗ് കൺസോൾ എന്നും പറയാം, അതുപോലെ സൗണ്ട് കാർഡ് അങ്ങനെയും പറയാൻ പറ്റും. ഇത് ഓഡിയോ അറേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ വില നമുക്ക് ലാസ്റ്റ് പറയാം. നമുക്ക് ഈ സംഭവം അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിൽ വരുന്നത് ഇതാണ്, നമുക്ക് ഓപ്പൺ ആക്കി കിട്ടുമ്പോൾ സംഭവം ഇതാണ്. പിന്നെ അതിൻ്റെ കൂടെ വരുന്നത് ഒരു USB to C ടൈപ്പിൻ്റെ കേബിൾ വരെ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ അത് 2 വരുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു താങ്ക് യു ഫ്രം ഓഡിയോ അറേ അതും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു ക്യാഷ് ബാക്കിൻ്റെ ഒരു കൂപ്പൺ അത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ. ഇത്ര സംഭവങ്ങളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ നമുക്കതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിൽ വരുന്ന 3 കേബിൾസ് ഇതൊക്കെയാണ്. അത് നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൺസോള്. ഇതിൽ ഒരുപാട് ഓഡിയോ ജാക്കുകൾ, അതായത് 3.5 mm ജാക്കുകൾ കുറവ് വരുന്നുണ്ട്. അതുകൂടാതെ ഒരു USB C ടൈപ്പ് അതിൻ്റെ ഒരു പ്ലഗും ഇവിടെ വരുന്നുണ്ട്. ഇതിപ്പോൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റമാണ്. റീചാർജബിൾ ബാറ്ററി ഇവിടെ ബാക്കിൽ വരുന്നുണ്ട്. നമുക്കിവിടെ പിന്നെ ബാക്കിലായിട്ടാണ് റീചാർജബിൾ ബാറ്ററി ഇവിടെ വരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഈ മോഡ്യൂൾ ഓണാവും. ഇപ്പോൾ ഓണായി. ഓണാകുമ്പോൾ ഈ സൈഡിൽ ഗ്രീൻ ലൈറ്റുകളും അതുപോലെ ബ്ലൂ ലൈറ്റ്സ് അങ്ങനെ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് ഈ സൈഡിൽ ലൈറ്റുകൾ മിന്നുന്നതാണ് ഇതിൻ്റെ മൈക്കിൻ്റെ സൗണ്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് ഹെഡ്സെറ്റിൻ്റെ സൗണ്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് സ്റ്റാർ മേക്കർ, സ്മ്യൂള്, അതുപോലെ ഇൻസ്റ്റ, യൂട്യൂബ് അങ്ങനെയൊക്കെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ലൈവ് വീഡിയോസ് ചെയ്യുന്നവർക്ക് കുറേ സംഭവങ്ങളായിട്ടുണ്ട്. അതുപോലെ നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴും കുറേ എഫക്ട്സ് ഇതിനകത്ത് ഇടാൻ പറ്റും. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിനകത്ത് വരുന്നത് ട്രബിള്, ബാസ്, പിന്നെ റിവർബ്, അക്കമ്പനി, മൈക്ക്, മോണിറ്റർ, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളിവിടെ ഉണ്ട്. അതുപോലെ പ്രൈമറി സൗണ്ട്, പിന്നെ MC, ഇതിനകത്ത് വോയിസ് ചേഞ്ചർ. ഈ വോയിസ് ചേഞ്ചറിൽ കുറേ സൗണ്ടുകൾ നമുക്ക് മാറ്റാൻ ഫീമെയിൽ വോയിസ്, മെയിൽ വോയിസ്, അങ്ങനെ കുറേ സൗണ്ടുകളുണ്ട്. പിന്നെ ഇതിനകത്ത് ഇലക്ട്രിക് സൗണ്ടുകൾ. പിന്നെ ഇതൊക്കെ ലൈവ് സ്ട്രീം ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ്. അതായത് ചെയർ, ആവശ്യം, പിന്നെ 90% അതൊരു മ്യൂസിക്കാണ്. പിന്നെ കിസ്സിൻ്റെ സൗണ്ട്, ഗൺ ഷോട്ട്, ഗിഗിള്, അങ്ങനെ കുറേ സംഭവം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഇതുപോലെ എഫക്റ്റുകളാണ് കിടക്കുന്നത്. ഡിന്ന്, എല്ല്, ലാഫ്റ്റർ, ഡിൻ, പബ്ജി, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് ആണത്. അതുപോലെ ഇതിനകത്ത് എലിമിനേറ്റ്, ഡക്കിങ്, ഡിനോയ്സ്, റെക്കോർഡ്, ഇത് 2 റെക്കോർഡിൻ്റെ സൗണ്ടുകൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഈ ഡിനോയ്സ് മോഡ് ഇടുമ്പോഴും ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഓരോ മോഡ് ഇടുമ്പോഴും ഈ സംഭവം ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഒരു പ്രസ് കഴിഞ്ഞാൽ അത് ഓഫ് ആവുകയും ചെയ്യും. ഈ ഡിനോയ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്നുള്ളൊരു സൗണ്ട്, ആ സൗണ്ട് കട്ട് ചെയ്യാനായിട്ടാണ് ഇത് വരുന്നത്. അങ്ങനെ കുറേ ഉപകാരപ്പെട്ടൊരു സംഭവമാണ്. ഇതിൽ കുറേ മോഡുകൾ കൊണ്ട് നമുക്ക് വളരെ ഉപകാരമാണ് ലൈവ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് ഐഫോൺ, ആൻഡ്രോയിഡ്, വിൻഡോസ്, അങ്ങനെ എല്ലാ സംഭവങ്ങളിലും ഉപയോഗിക്കാൻ പറ്റും. ഈ പ്രൊഡക്റ്റിൽ തന്നെ ഔട്ട് എങ്ങനെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈവ് 1, ലൈവ് 2 അത് ലൈവ് സ്ട്രീമിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ്. അല്ലെങ്കിൽ ഫോണിൽ കണക്ട് ചെയ്യാം. ഫോണിൽ കണക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഒരു 3.5 mm ഓക്സ് കേബിൾ നമുക്കുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഈ ഒരു സൈഡിൽ നമുക്ക് 3.5 mm to C ഒരു പിൻ കിട്ടും. അത് വെച്ചും നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ C ടൈപ്പ് കണക്ട് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ S22 Ultra, S23 അങ്ങനെയുള്ള ഫോണുകളൊക്കെ ആണെങ്കിൽ C2C കേബിൾ ഉള്ളതുകൊണ്ട് ഈ ഒരു C2Cയുടെ ഒരു കേബിൾ ഇവിടെയും മറ്റു സൈഡ് ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോണിലെടുക്കുന്ന വീഡിയോക്ക് ഈ
പ്രൊഡക്റ്റിൽ നിന്നുള്ള സൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ശരിക്കും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ എഫക്റ്റ് നമുക്ക് അവിടെ കിട്ടും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഐഫോണിൻ്റെ ഫോണാണെങ്കിൽ ഇപ്പോഴത്തെ ഫോണുകളൊക്കെ സി ആണ്, എന്നാലും അതിന് മുമ്പത്തുള്ള ഫോണുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ സി ആയിരിക്കുമല്ലോ, മറ്റു സൈഡിൽ ഐഫോണിൻ്റെ ആ കണക്ടർ ആയിരിക്കും. അപ്പോൾ മൈക്രോ കണക്ടർ, അപ്പോൾ അത് ഒരു സൈഡിൽ സി ഇതിനകത്ത് കണക്ട് ചെയ്യുക, മറ്റു സൈഡിൽ ആ ഫോണിന് പിന്നെ കണക്ട് ചെയ്യാം. അപ്പോഴും നമുക്ക് ഈ പ്രോഡക്റ്റിൽ നമുക്ക് ഔട്ട് എടുക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് വരുന്നത് ഈ ലൈവ് ഓൺ ലൈവ് നമ്മൾ പറഞ്ഞു, അതുപോലെ അക്കമ്പനി. ഇതിൻ്റെ കൂടെ നമ്മൾ കേൾക്കുന്ന സൗണ്ട് ഈ ഒരു ജാക്ക് വഴിയാണ് വരുന്നത്. അതുപോലെ ഇയർഫോൺ ഹെഡ്സെറ്റ് 2 പോയിന്റുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇയർഫോണിൽ നമുക്ക് സാധാ ഇയർഫോണിൻ്റെ പിന്നും കുത്താൻ സാധിക്കും. അതുപോലെ ഹെഡ്സെറ്റ്, ഓവർ ഹിയർ ഹെഡ്സെറ്റ്, നമ്മൾ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു ഹെഡ്സെറ്റ് ഇതിനകത്ത് കണക്ട് ചെയ്യാം. അതുപോലെ അടുത്തായിട്ട് വരുന്നതാണ് നമ്മുടെ മെയിൻ 2 പിന്നുകൾ, അതായത് കണ്ടൻസർ മൈക്ക്. ഇപ്പോൾ കണ്ടൻസർ മൈക്ക് 3.5 ജാക്കാണ് വരുന്നത്. ആ ഒരു ഓക്സ് കേബിൾ ടൈപ്പ് വരുന്ന ഇതേപോലത്തെ പിന്ന് വരുന്ന മൈക്കാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ഓൺലൈൻ വാങ്ങാൻ സാധിക്കും. അത് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈക്കും റെഡിയായി. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റ് സംഭവങ്ങളിൽ, അതായത് വേറെ ഫോണുകളിലാണെങ്കിൽ ലൈവ് 1 ലൈവ് 2 ഇത് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് 3.5 ഈ ജാക്ക് വെച്ചിട്ട് ഒരു സൈഡ് മറ്റേതിനകത്ത്, അതായത് നമുക്ക് ഇപ്പോൾ ഒരു കാറിലാണെങ്കിൽ കാറിൻ്റെ ഓക്സ് കേബിൾ, ആ ഓക്സ് പിന്നിൻ്റെ ഇതിൽ കുത്തി കഴിഞ്ഞാൽ ഒരു സൈഡ് ഓക്സ് പിന്നിൽ കുത്തുക, ഒരു സൈഡിൽ ലൈവിൽ കുത്തുക. ഡയറക്റ്റ് നമ്മൾ പറയുന്ന മൈക്കിൻ്റെ സൗണ്ട് ആയിരിക്കും ആ സ്പീക്കറിലൊക്കെ കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കാറിലാണെങ്കിലും സുഖമായിട്ട് പാട്ടൊക്കെ പാടി പോകാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ വേറൊരു ഗുണം. അതുപോലെ ഈ നമ്മളിപ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പാട്ടൊക്കെ പാടണം, നമുക്ക് അവിടെ ഒരു സ്പീക്കർ മാത്രമേ ഉള്ളൂ, നമുക്കൊരു മൈക്ക് സെറ്റപ്പ് ഇല്ലെങ്കിൽ ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും ഔട്ട് കൊടുത്താൽ, ലൈവിൽ നിന്ന് ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ കേബിൾ ഉണ്ടല്ലോ, ഈ കേബിളിൽ നിന്ന് ഓക്സ് കേബിളിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് പാട്ട് പാടാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ. നമ്മളിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക്, ബൈ ചെയ്യാനുള്ള ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1500 രൂപയാണ്. ഇത് നമ്മൾ രണ്ടും സിംഗിളായിട്ടാണ് മേടിച്ചത്, അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വന്നത്. അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് മേടിക്കുമ്പോൾ, അതായത് കണ്ടൻസർ മൈക്കും ഈ ഒരു സൗണ്ട് കാർഡ് ഒരുമിച്ച് മേടിക്കാനായിട്ട് 2500 രൂപ വരുന്നത്. നമ്മൾ കുറച്ച് നല്ലൊരു പ്രോഡക്റ്റ് നോക്കി എടുത്തതാണ്. ഇത് അത്യാവശ്യം കാണാനും അതിൻ്റെ ലൈറ്റുകൾ അങ്ങനെ ഒരു നല്ല രസമായിട്ട് തോന്നുന്നതിനാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയത്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ മൈക്കിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ കണ്ടൻസർ മൈക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സൈനിങ് ഓഫ്.